وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കികളുടെ ജീവിതക്രമം നമ്മുടെ ജീവിതക്രമമാക്കി മാറ്റുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്കും ഉത്തമ നൂറ്റാണ്ടിലുള്ള ആർക്കും തന്നെയും പരിചിതമല്ലാത്ത ഒരു പ്രവാചക സ്നേഹം ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്, കടത്തി കൂട്ടിയത് എന്ന് മുൻപ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ചിലതുകൂടി പറയാതിരുന്നാൽ നീതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രസ്തുത വിഷയകമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് കാണും വിധത്തിൽ പ്രവാചക സ്നേഹം ഒരു ദിനാചരണമാക്കിയവർക്ക് പ്രവാചക സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ചില അതിരുകവിയലുകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷങ്ങൾ, മഹത്വങ്ങൾ പാടുന്ന വരികൾ പോലും, ആ വർണ്ണനകൾ പോലും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിലേക്ക് എത്തും വിധത്തിൽ ചില അബദ്ധങ്ങൾ വന്നുപോയതായും നമുക്കറിയാം. അപകടമെന്ത് എന്നറിയാതെ അതിനെയെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന കുറേയേറെ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കാലാകാലങ്ങളായി
ഈ പ്രവണതകളെ ശക്തമായി വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ ഇതല്ല യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ പ്രവാചക സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ നടത്തപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിനോട് എത്ര നീതി പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ വിമർശിക്കുന്നതിന് നമ്മൾ അർഹരാണോ എന്ന് തിരിച്ചറിയുകയുള്ളൂ. ഒരു കൂട്ടർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് തെരുവുകളിൽ ഉയർത്തപ്പെടാനുള്ള മുദ്രാവാക്യങ്ങളിലും മാർച്ച് പാസ്റ്റുകളിലെ വായ്ത്താരികളുമായി മാറുന്ന അവസരത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട സ്ഥലങ്ങൾ പോലും അറിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. എന്തിനേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന അവസരങ്ങളിൽ പോലും സ്വലാത്ത് പറയാൻ, സ്വലാത്ത് ചൊല്ലാൻ, ആ പ്രവാചകനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് അതിനോട് ഉദാസീനരായിട്ടുണ്ട് എന്നാലോചിക്കണം. ഒരു കൂട്ടം ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അത് ചികിത്സക്ക് ഓതാനും ഊതാനും ഊതിയ വെള്ളം കുടിക്കാനും കുടിപ്പിക്കാനുമൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനും പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാനും ഓതാനും ശരീരത്തിൽ ഊതാനും തടകാനും പറഞ്ഞ സന്ദർഭങ്ങളും പ്രാർത്ഥനകളും സാഹചര്യങ്ങളും നമ്മളിൽ എത്ര ആളുകൾക്ക് നിശ്ചയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട്, അതിനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് എത്രത്തോളമുണ്ട്? ഇങ്ങനെ പരിശോധിച്ചാൽ നാം വിമർശിക്കുന്ന മേഖലകളിൽ എല്ലാം തന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് മേഖലകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഒരു വിഭാഗത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്നേഹത്തിൽ, പ്രവാചക സ്നേഹത്തിൽ അതിരുകവിയലുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് പ്രവാചക സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ആലസ്യം സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൂടി പറയാതെ പോയാൽ വിഷയത്തിനോട് നീതിയാവില്ല എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കേണ്ടി വരുന്നത്. കാരണം രണ്ടും വലിയ അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തത്, തെറ്റായ പ്രവാചക സ്നേഹം വരുന്ന തലമുറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് പ്രവാചക സ്നേഹം എന്ന തെറ്റിദ്ധാരണയോടുകൂടി ജീവിക്കാനുള്ള, അങ്ങനെ ഒരു തിരിച്ചറിവ് മാത്രം നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. പ്രധാനമായും ജെൻ സി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ആളുകൾ, അവർ സോഷ്യൽ മീഡിയകളെ വ്യാപകമായി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും ഒരു രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും എന്താണ് എന്നും അതിൻ്റെ സംഭവവികാസങ്ങൾ എവിടെ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ത് എന്നും എത്രത്തോളം സോഷ്യൽ മീഡിയ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുമൊക്കെ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഈ മാസത്തിൽ കൊടിതോരണങ്ങൾ വലിച്ചുകെട്ടലും ഈ രൂപത്തിലുള്ള ആഘോഷ പരിപാടികളും ഒക്കെയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ മാത്രം മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു സമൂഹം ഉണ്ടാക്കി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അപകടമാണ്. രണ്ടാമത്തത്, ഇതിനോട് ആലസ്യം വെച്ച് പുലർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിസാരമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതും
യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകൻ്റെ ജീവിതം എന്ത് എന്ന് കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചക സ്നേഹം എത്രയുണ്ട് എന്നുള്ളതും അന്വേഷിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 80-ാമത്തെ വചനം, മൻ യുതിഇർ റസൂല ഫഖദ് അത്വാ അല്ലാഹ്, ആർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കലും ആ പ്രവാചകൻ്റെ ജീവിതചര്യയെ സ്വന്തം ജീവിതമാക്കി മാറ്റലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്, അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹമെങ്കിൽ അതെത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് അപരവിമർശനത്തെക്കാൾ നല്ലത് ആത്മവിമർശനമാണ്. അപരവിമർശനം എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയാണ്. ഒരാൾക്ക് പറ്റിയ അബദ്ധങ്ങളെ അല്ലെങ്കിൽ അയാളുടെ തെറ്റുകളെ തുറന്നുകാട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക അയാളോടുള്ള വാശിയും വിദ്വേഷവും തമ്മിലുള്ള പിണക്കവും മാത്രമായിരിക്കും. നേരെ മറിച്ച് അപരവിമർശനത്തിനപ്പുറം ആത്മവിമർശനത്തിലൂടെ നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ തെറ്റുകളെ തിരുത്താനും അവിടെ നന്മയുടെ മാർഗങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, നിങ്ങളിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. എങ്കിൽ ആ മാതൃക എത്രത്തോളം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്? ഏത് കാര്യം പറയുമ്പോഴും ഏത് മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇത് എന്നെക്കുറിച്ച് മാത്രം ആലോചനയുണ്ട് എങ്കിൽ മാത്രമേ തിരുത്താൻ കഴിയുള്ളൂ, ഗുണമുണ്ടാവുള്ളൂ. മറ്റൊരുത്തനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്കിൽ യാതൊരുവിധ ഗുണവും മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം തുടർന്ന് കേൾക്കാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രവാചകൻ്റെ ശത്രുക്കളുടെ അഭിപ്രായം എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ്റെ അനുചരന്മാരല്ല, പ്രവാചകൻ്റെ ശത്രുക്കളുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിലൊന്ന് പരിശോധിച്ച് നോക്കണം. അബൂജഹൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്നാ ലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു ബിമാ ജീത ബിഹി, ഞങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞങ്ങൾ കളവാക്കുന്നില്ല, അയാൾ കള്ളനാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. പ്രവാചകനോട് നേരിട്ട് പറയാണ്, ഇന്നാ ലാ നുകദ്ദിബുക, മുഹമ്മദേ നിന്നെ ഞങ്ങൾ കള്ളനാണ് എന്ന് വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല. പക്ഷേ നുകദ്ദിബു ബിമാ ജീത ബിഹി, നീ കൊണ്ടുവന്ന ആദർശത്തെയാണ് ഞങ്ങൾ കളവാക്കുന്നതും ഞങ്ങൾ അംഗീകരിക്കാത്തതും എന്ന് അബൂജഹൽ പറയുന്നുണ്ട്. അവിടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ശത്രുവായ അബൂജഹലിനില്ല. ഇനി അബൂ സുഫിയാൻ്റെ ഒരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. ഹിർക്കൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഏകദൈവ സന്ദേശം എത്തുന്ന സമയത്ത് അവിടെയുള്ള അറബികൾ ആര് എന്ന് അന്വേഷിച്ച് കച്ചവട ആവശ്യാർത്ഥം വന്നിട്ടുള്ള അബൂ സുഫിയാനെയും സംഘത്തെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി സംഘത്തെ പിന്നിലും അബൂ സുഫിയാനെ മുന്നിലുമായി ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദ്ബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാദത്തിന് മുൻപ് അദ്ദേഹം എന്തെങ്കിലും കളവ് പറഞ്ഞതായി നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയുന്നത് ഇല്ല, അദ്ദേഹം ഇതിനു മുൻപൊരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല.
എന്നാൽ രണ്ടാമത്തത് ഫഹൽ യഅ്ദുർ, എന്നാൽ അദ്ദേഹം വഞ്ചന കാണിച്ചതായി എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായോ? അവിടെയും അബൂ സുഫിയാൻ്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവർ അൽ അമീൻ എന്ന് പേരിട്ട് വിളിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ഇടപാടുകളെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് അവർക്ക് മറുത്ത് ഒരു അഭിപ്രായമില്ല. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മുടെ ശത്രുക്കൾ വേണ്ട, നമ്മുടെ മിത്രങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ മിത്രങ്ങളുടെ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ പെരുമാറ്റത്തിന്, നമ്മുടെ ഇടപെടലിന്, നമ്മുടെ ഇടപാടുകൾക്ക് അവർ കൽപ്പിച്ചിട്ടുള്ള വിലയും സ്ഥാനവും മഹത്വവും എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ പ്രവാചക സ്നേഹത്തിൻ്റെ അളവ് എത്രയാണ് എന്ന്, അത് എത്ര ഡിഗ്രി വളർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് എൻ്റെ ശത്രുക്കൾക്ക് വേണ്ട, എൻ്റെ മിത്രങ്ങൾക്ക് എങ്കിലും ഉള്ള, എൻ്റെ കുടുംബക്കാർക്കുള്ള, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എൻ്റെ കുടുംബക്കാർക്കുള്ള, എൻ്റെ സുഹൃത്തുക്കൾക്കുള്ള അഭിപ്രായം എന്ത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. ഓരോന്നായി വിശദീകരിക്കേണ്ടതില്ല, കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെ ആയതുകൊണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മുടെ സ്ഥാനം എന്താണ് എന്ന്. രണ്ടാമത്തത്, ശത്രുക്കൾ കഴിഞ്ഞു, ഇനി നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കുണ്ടായിരുന്ന അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും. ഖദീജ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് വഹിയിൻ്റെ ആരംഭത്തിൽ പേടിച്ച് വിറച്ച് പനി ബാധിച്ച് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിട്ട് മൂടി ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഖദീജ ബീവി പറയുന്ന വർത്തമാനം, ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹുവാണ്, അള്ളാഹു താങ്കളെ ഒരിക്കലും കൈവിടുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ്, വർത്തമാനം പറഞ്ഞാൽ സത്യം മാത്രം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങളെ സ്വയം വഹിച്ച് മറ്റുള്ളവരുടെ ദുരിതങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. വതഖിറുൽ ലൈഫ്, അതിഥികളെ സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അങ്ങയെ അള്ളാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് ഭാര്യയാണ്. മറ്റു ഭാര്യമാരുടെ അഭിപ്രായം, ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ വർത്തമാനം, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ ഭാര്യമാരുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനാണ് എന്ന അഭിപ്രായമുള്ള എത്ര ഭർത്താക്കന്മാരുണ്ടാകും നമുക്കിടയിൽ? അതുമല്ലെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്, അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കില്ല എന്ന് നമ്മളോട് പറയാൻ പറ്റുന്ന, പലപ്പോഴും പല ഭാര്യമാരും ആലോചിച്ചു പോകുന്നത് ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുട്ടികൾ 4 എണ്ണായില്ലേ, ഇനി ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് കഴിയുന്നവരാണ് ഭാര്യമാർ എങ്കിൽ വേറെ ഏത് പ്രവാചക സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്? പ്രവാചക സ്നേഹം പിന്നെ ഏത് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? അപ്പോൾ ആലോചിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് എത്ര കണ്ട് മാതൃക സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി മക്കളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ വഫാത്തിൻ്റെ സമയത്ത് വല്ലാതെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടങ്ങനെ കിടക്കുന്ന സമയത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചക സന്നിധിയിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി
ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞതായി ചരിത്രം. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ അത് വല്ലാതെ സന്തോഷത്തോടു കൂടി ആ കരച്ചിൽ ചിരിക്ക് വഴിമാറിയെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ചോദിച്ചു, എന്താണ് ആദ്യം പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, വാപ്പ മരിക്കാറായിട്ടുണ്ട് എന്ന് എന്നോട് പ്രവാചകൻ പറഞ്ഞതാണ്. അത് കേട്ടപ്പോഴാണ് കരഞ്ഞത്. പിന്നെ എന്തേ ചിരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം വഫാത്താവുന്നത് മോളെ ഫാത്തിമ നീയാണ്. അത് കേട്ടപ്പോഴാണ് ചിരിച്ചത്. ഇനി നമ്മൾ ആലോചിക്കണം, ഇത് പ്രവാചകനോട് പ്രവാചകൻ്റെ മകൾക്കുള്ള സ്നേഹത്തിൻ്റെ ആ ആഴം പരിചയപ്പെടുത്താൻ കഴിയുന്നൊരു സംഭവമാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ മക്കൾക്ക്, ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് അവരുടെ വാപ്പമാരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വാപ്പ പറയുന്നതിനോട് പലപ്പോഴും പല മക്കളും പല പിതാക്കന്മാരുടെയും ഒരു പ്രയാസം എന്ന് ചോദിച്ചാൽ, അവർ പറയുന്നതിന് നേരെ എതിര് വർത്തമാനം പറയുന്നവരായി മക്കൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാത്ത, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്ത, നിർദ്ദേശങ്ങളെ ഇഷ്ടപ്പെടാത്ത, നന്മ കൊണ്ടുള്ള ഉപദേശങ്ങൾ സഹിക്കാത്ത മക്കളായി അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ തിരിച്ച് ചിന്തിക്കേണ്ടുന്നത്, എൻ്റെ ഇടപെടൽ എൻ്റെ മക്കളോട് എത്ര കണ്ട് സുതാര്യമാകാനും എത്ര കണ്ട് സ്നേഹത്തിലാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നൊരു പ്രവാചക മാതൃക, അവിടെ നിന്നൊരു പ്രവാചക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി നമ്മുടെ അയൽവാസികൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന അനുചരന്മാർ മക്കയിൽ നിന്ന് ഹിജറ പോകുന്നു എന്നറിയുമ്പോഴേക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിട്ട് ഹിജറ പോകുന്നു എന്നറിയുമ്പോഴേക്ക് അയൽവാസിയായ ഇബ്നു ദുഗ്നയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തി ആ കൈ പിടിച്ച് കഅബയുടെ അടുക്കലേക്ക് ചെന്നിട്ട്, അബൂ കുഹാഫക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തോട് ആര് എന്ത് പ്രവർത്തികൾ ചെയ്താലും അതിന് ബദൽ ചോദിക്കുക ഞാനായിരിക്കും എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ യഥാർത്ഥ പ്രവാചക സ്നേഹത്തിൻ്റെ വക്താക്കളാണ്. യഥാർത്ഥമല്ലാത്ത പ്രവാചക സ്നേഹത്തെ നിശിതമായി വിമർശിക്കുന്നവരുമാണ്. ഈ രംഗത്ത് നമ്മുടെ പ്രവാചക സ്നേഹം എങ്ങനെയുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അയൽവാസികൾക്ക് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അവനിവിടുന്ന് പോകുകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടി കൊടുത്തു വിടാമായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായമെങ്കിൽ, അയൽവാസികൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായമെങ്കിൽ, ഈ വിമർശനങ്ങൾക്ക് എന്ത് അർഹതയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്ന്. അപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം ഇന്ന് സാധ്യമാണോ എന്ന്. ഒരനുഭവം മാത്രം പറയൺ. വയനാട്ടിലേക്ക് നമ്മുടെ ചില ട്രൂത്തിൻ്റെ സഹോദരന്മാർ ദഅവത്തുമായി കടന്നു ചെന്നിട്ട് സഹോദര സമുദായ അംഗങ്ങളിൽ ചിലരുടെ വീടുകളിൽ ചെന്ന് അവരോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ആ ഇസ്ലാം ജീവിതമാക്കി മാറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി. ആ പ്രവാചകന് ആ മക്കയിൽ ലഭിച്ചിരുന്ന സ്വീകാര്യതയും പ്രവാചകൻ്റെ സ്വഭാവ സവിശേഷതകളും പരിചയപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ ആതിഥേയനായ മനുഷ്യൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയോ? അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, തൻ്റെ അയൽപക്കത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ അയൽപക്കത്തുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉള്ള മനുഷ്യൻ എന്നാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേരുദ്ധരിക്കുന്നില്ല എന്ന് മാത്രം, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അയൽവാസി പറഞ്ഞ വർത്തമാനമാണത്. നമ്മളെയൊക്കെ കുറിച്ച് നമ്മുടെ അയൽവാസികളോട് അന്വേഷിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ?
ഇതിനെ ഒന്നും പ്രവാചക സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ നമുക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ നമുക്കതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലൽ മുഅ്മിനീൻ. വമൻ യുശാഖിഖിർ റസൂൽ, പ്രവാചകനെ വിട്ടകന്നുപോയ വഴിപിരിഞ്ഞ ആളുകൾ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം കൃത്യമായി വിശദീകരിക്കപ്പെട്ട ഒരു ജീവിത മാതൃക നമുക്ക് മുന്നിൽ സാധ്യമാക്കിയതിന് ശേഷം ആ പ്രവാചക ജീവിതത്തെ അനുധാവനം ചെയ്യുന്നതിന് പകരം അതിൽ നിന്ന് മാറിക്കളഞ്ഞ ആളുകളെ വിമർശിക്കുന്നത് മാത്രം തൊഴിലാക്കി ആളുകൾ ആരാണ് ഉള്ളത്? വയത്തബി ഗൈറ സബീലൽ മുഅ്മിനീൻ, അതല്ലാത്ത വിശ്വാസികളുടേതല്ലാത്ത ഒരു പാത പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ എങ്ങനെയാണോ നടക്കാൻ വിചാരിച്ചത് ആ വഴിയിൽ തന്നെ അവനെ നാം തിരിച്ചുവിടും, നരകത്തിലേക്ക് അവനെ ആപതിക്കുകയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ വിമർശിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല, അവരോട് പോലും വിമർശനം പാടില്ല, നസീഹത്തെ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വശം. നസീഹത്തെ ഇസ്ലാം പറയുന്നുള്ളൂ, വിമർശനം പറയുന്നില്ലല്ലോ. എന്നാൽ നമുക്ക് താല്പര്യമുള്ളത് അതല്ല. എന്നാൽ നമുക്ക് വേണ്ടത് യഥാർത്ഥ പ്രവാചക സ്നേഹമായി നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ജീവിക്കുന്ന മേഖലകളിൽ, ഇടപെടുന്ന മേഖലകളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഘടനകളിൽ, ഇവിടെയെല്ലാം ഞാനൊരു യഥാർത്ഥ പ്രവാചക സ്നേഹിയായി മാറണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാവണം. അതിന് ആ പ്രവാചക ജീവിതത്തെ, ആ ചര്യയെ നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ പ്രവാചക സ്നേഹി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ നമ്മളെക്കുറിച്ച്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന, എന്നാൽ ഇപ്പോഴുള്ള പ്രവാചക സ്നേഹം എത്രത്തോളമാണ് എന്നാണ് നാം പരിശോധിച്ചത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തൻ്റെ ശത്രുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽവാസികൾക്കുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ആ വ്യക്തിത്വത്തിൻ്റെ അവർ നൽകിയ അംഗീകാരവും നമ്മൾ സൂചിപ്പിച്ചു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് പ്രവാചകനോടുള്ള സ്നേഹം അത് എങ്ങനെയായിരുന്നു, എങ്ങനെയാകണം എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, കാല കുന്നാ മഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടക്കുകയായിരുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വഹുവ ആഖിദും ബിയദി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അംഗീകാരവും അല്ലെങ്കിൽ സന്തോഷവും വളരെ വലുതാണ്. ആ അവസരത്തിൽ അങ്ങേയറ്റത്തെ ആ സ്നേഹം കൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞു, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, പ്രവാചകരെ, എന്നെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താങ്കളാണ് എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞതില്ല, അത് പോരാ, അതങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബു ഇലൈക മിൻ നഫ്സിക്, നിന്നേക്കാൾ നീ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ അത് പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിനുൽ ഖത്താബിനോട് പറയുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്,
ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഇപ്പോൾ എന്നേക്കാൾ പ്രവാചകരെ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങയെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നതായി കാണാൻ കഴിയും. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ, ഇപ്പോഴാണ് അത് പൂർത്തിയായത് എന്ന്. അഥവാ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ അതിനും മേലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും ഒക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയുന്നതുവരെ നമ്മുടെ പ്രവാചക സ്നേഹം പൂർത്തിയാവുന്നില്ല എന്നാണ് ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ സ്നേഹം, നമ്മുടെ ദുനിയാവിനോടുള്ള ആഗ്രഹവും നമ്മുടേതായ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പ്രവാചക സ്നേഹം ആകാം എന്ന് വിചാരിച്ചാൽ ആ പ്രവാചക സ്നേഹം പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റൊരു സന്ദർഭമുണ്ട്. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ പ്രതിസന്ധിയിലും പ്രവാചകന് കവചമായി പ്രവാചകന് നേരെ വരുന്ന ഓരോ അമ്പുകളും സ്വന്തം ശരീരം കൊണ്ട് തടുത്ത സ്വഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ പ്രവാചകന് പരിചയമായി നിൽക്കുന്ന സമയത്ത് ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, യാ നബി അല്ലാ ബി അബി അൻത വ ഉമ്മി ലാ തുശ്രിഫ് യുസീബുക സഹം. പ്രവാചകരെ, അങ്ങ് എത്തി നോക്കരുത് കേട്ടോ, എന്നെ കടന്ന് എന്താണ് നടക്കുന്നത് എന്നറിയാൻ അങ്ങ് തല ഉയർത്തി നോക്കരുത്. യുസീബുക സഹ്മു മിൻ സിഹാം അൽ ഖൗം, അവരയക്കുന്ന അമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് അങ്ങയുടെ ദേഹത്ത് കൊള്ളാൻ സാധ്യതയുണ്ട്. നഹ്രി ദൂന നഹ്രി, എൻ്റെ നെഞ്ചത്ത് കൊള്ളാതെ അങ്ങയുടെ നെഞ്ചത്ത് അത് പതിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഭയക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു സന്ദർഭമുണ്ട്. യുദ്ധമെല്ലാം കഴിഞ്ഞ് ശരീരത്തിൽ നിന്ന് ആ അമ്പുകളെല്ലാം ഊരിയെടുത്ത് രക്തം വാർന്നൊലിച്ചുകൊണ്ട് പ്രവാചക സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഒരിക്കലെങ്കിലും ആ മുന്നിൽ നിന്ന് മാറാൻ നിനക്ക് തോന്നിയില്ലേ ത്വൽഹ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഇല്ല എന്നാണ്. പ്രവാചകന് ഒരു ദുരിതമുണ്ടാകുന്നത്, പ്രവാചകന് ഒരു അപകടം സംഭവിക്കുന്നത് വലിയ പ്രയാസമായി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകന് കൂടെ യുദ്ധം ചെയ്യാനൊരവസരം നമുക്ക് കിട്ടിയില്ലല്ലോ. കിട്ടിയിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ പറയിപ്പിക്കുന്നുണ്ട് പ്രവാചകനെ. നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇതാണ് ഇസ്ലാമെന്നും ഇതാണ് മുഹമ്മദ് എന്നും തെറ്റിദ്ധരിച്ച ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പലരും ധരിച്ചു വശായിരിക്കുന്നത് എന്താണെന്നറിയോ? അവർക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയാണ് ഈ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധികൾ എന്നാണ്. അവരെങ്ങനെ ധരിക്കാതിരിക്കും? കാരണം നമ്മുടെ പേരും മുസ്ലിമിൻ്റെ പേരല്ലേ. ജീവിതം ആണോ എന്നത് നമ്മൾ ആലോചനക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച് ആ ഇസ്ലാമിനെ ഭത്സിക്കുകയും അതിനെ വെറുക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ത്വൽഹയുടെ ആ പ്രവാചക സ്നേഹത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കെത്രയുണ്ട് പ്രവാചക സ്നേഹം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ആയതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി സമൂഹത്തിൽ ജീവിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം, നമ്മളെ കണ്ടിട്ട് പലരും ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ വെറുക്കാനും ഇതിലേക്ക് അടുക്കാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അവിടെയും അതിലേക്കും ഈ പ്രവാചക സ്നേഹത്തെ ചേർത്ത് വെച്ച് വായിക്കാനും പഠിക്കാനും എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത് എന്ന ആലോചന നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതിന് പ്രാഥമികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു മാറ്റം ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തവാലഅ ലില്ലാഹി റഫഅഹു ഫഹുവ ഫീ നഫ്സിഹി സഗീർ. ഇത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ശത്രുക്കൾക്കിടയിൽ പോലും ഇത്രയും വലിയൊരു സ്വാധീനവും മഹത്വവും
ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ്. മൻ തവാളഅ ലില്ലാഹി റഫഅഹു ഫഹുവ ഫീ നഫ്സിഹി സഈർ. ആരെങ്കിലും അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ് എങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ ചെറുതായിരിക്കെ തന്നെ അള്ളാഹു അവനെ മഹോന്നതനാക്കും. വഫീ അഅ്യുനിന്നാസി അലീം. മഹത്തായ സ്ഥാനവും പരിഗണനയും ആയിരിക്കും ജനങ്ങൾക്കിടയിൽ അവന് ലഭിക്കുക. അവൻ വിനയാന്വിതനായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനുധാവനം ചെയ്ത് ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ. എന്നാൽ വമൻ തകബ്ബറ, അതിനപ്പുറം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അഹങ്കരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലഅഹുല്ലാഹു ഫഹുവ ഫീ അഅ്യുനിന്നാസി സഗീർ വഫീ നഫ്സിഹി കബീർ. അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയവനാണ് എന്നായിരിക്കും. അവൻ്റെ കരുതൽ എനിക്ക് ആളുകൾക്കിടയിൽ വലിയ സ്ഥാനവും മാനവും എന്നെ പലരും അംഗീകരിക്കുന്നുണ്ട് എന്നുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു അവനെ നിന്ദ്യനാക്കി കളയും, അവനെ വളരെ നിസാരനാക്കി കളയും. ഹത്താ ലഹുവ അഹ്വനു അലൈഹിം മിൻ കൽബിൻ ഔ ഖിൻസീരിൻ. ഒരു വിലയുമില്ലാത്ത നായിയെയോ അല്ലെങ്കിൽ പന്നിക്കോ അതിനേക്കാൾ നിസാരമായ അവസ്ഥയിൽ ആളുകൾക്കിടയിൽ അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി കളയും എന്നാണ്. മനസ്സിൽ കിബിർ ഉണ്ടായാൽ, അഹങ്കാരമുണ്ടായാൽ, കിബിർ വരുന്ന വഴികളും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ധനം, സ്ഥാനം, മക്കൾ, കുടുംബം, ഇതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്, അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. ആ സന്തോഷം അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാക്കാനുള്ള വകുപ്പുണ്ട്. അത് അഹങ്കരിക്കാനുള്ള, പഴുതാക്കി മാറ്റാനുള്ള യാതൊരു അവസരവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. എല്ലാവരുടെയും മുന്നിൽ വിനയാന്വിതനായി വിനയത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും സ്തുതിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതുതന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് സാധിക്കുക. നാഥൻ ആ മഹാജീവിതം നമ്മുടെ ജീവിതമാക്കി, ആ ചര്യകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യകളാക്കി, അഹങ്കാരം ജീവിതത്തിൽ ഒട്ടുമില്ലാതെ കൃത്യമായ ഒരു പ്രവാചക സ്നേഹത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ആക്രമണങ്ങൾ ഇങ്ങനെ വ്യാപിപ്പിച്ച് ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികളുമായി നാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കരങ്ങൾ അള്ളാഹു പിടിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പൊളിച്ചു കളയുമാറാവട്ടെ. നിർഭയത്വം നൽകി ഈ ഉമ്മത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.